സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖലയെ സ്തംഭിപ്പിച്ച് നഴ്സുമാരുടെ സമരം. ശമ്പള പരിഷ്കരണവും 40,000 രൂപ അടിസ്ഥാന ശമ്പളവും ഉന്നയിച്ചാണ് സമരം നടത്തിയത്. UNAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകദിന പ്രതിഷേധ സമരത്തിൽ ആയിരക്കണക്കിന് നഴ്സുമാരാണ് പങ്കെടുത്തത്. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ ശമ്പള വർധനവ് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏകദിന സമരം നടക്കുകയാണ്. ഇന്ന് രാവിലെ ആരംഭിച്ച സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാനവീയത്താണ് ഇപ്പോൾ സാംസ്കാരിക പൊതുസമ്മേളനം. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നഴ്സസിന്റെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. എന്നാൽ സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടില്ല. എങ്കിൽ പോലും തങ്ങളുടെ ആവശ്യങ്ങൾ ലഭിക്കുന്നത് വരെ സമരവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് UNA നഴ്സുമാരുടെ തീരുമാനം. ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി ശമ്പളം ഉൾപ്പെടെയുള്ള വർദ്ധിക്കണമെന്നുള്ള ആവശ്യം, അതായത് 40,000 രൂപ അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാനേജ്മെന്റുകളെ സമീപിച്ചുവെങ്കിൽ പോലും സർക്കാരാണ് അതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നാണ് സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റുമാർ പറയുന്ന തീരുമാനം. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ന്യായമായിട്ടുള്ളൊരു അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് കാലാകാലങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിലും സർക്കാരിൽ നിന്നടക്കം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ അവഗണന തുടർന്നതിനെ തുടർന്നാണ് ഇന്ന് ആയിരക്കണക്കിന് നഴ്സുമാർ തെരുവിലിറങ്ങിക്കൊണ്ട് ഏകദിനത്തിലെ ശക്തമായൊരു സമരം നടത്തുന്നത്, പ്രതിഷേധ സമരം നടത്തുന്നത്. രാവിലെ ആരംഭിച്ച സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാനവീയത്തിൽ നടക്കുന്ന തിരുവനന്തപുരം മാനവീയത്തിൽ നടക്കുന്ന പൊതു സമര സമ്മേളനത്തിൽ നിരവധി നഴ്സുമാരാണ് പങ്കെടുത്തിരിക്കുന്നത്. അവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അത് അംഗീകരിക്കുന്നത് വരെ ശക്തമായൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നമുക്ക് നഴ്സുമാരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകാതെ വന്നതോടുകൂടിയാണ് അവർ പ്രതിഷേധവുമായി ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിരവധി നഴ്സുമാരാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി നഴ്സുമാരാണ് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അടിസ്ഥാന ആവശ്യങ്ങൾ അടക്കമുള്ളവയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് 40,000. നിരവധി പേരുണ്ട്. കുറെ പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഫോർ ദ ബെസ്റ്റ്. നിരവധി നഴ്സുമാരാണ് ഇന്നിപ്പോൾ നിരത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതെ, പ്രതീക്ഷയിലാണ്. ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ? ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് എന്തെങ്കിലും അറിയിപ്പ്? ഇവിടെ കൂടിയേക്കുന്നത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലതവണ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു നിലപാട് അറിയിച്ചിരുന്നത്? അവരുടേതായിട്ടുള്ള ഇതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു സമരത്തിന്റെ രീതി? തുടർന്നുള്ള സമരം ഇന്നത്തെ ഇതിൽ തീരുമാനമായില്ലെങ്കിൽ എല്ലാവരും സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. തീർച്ചയായും ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഴ്സുമാരുടെ തീരുമാനം. കാരണം കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. രാപ്പകൽ ഇല്ലാതെ, മണിക്കൂറുകളില്ലാതെ ആരോഗ്യരംഗത്ത് സേവനം അനുഷ്ഠിക്കുന്ന നഴ്സുമാരാണ്. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ 2009 മുതൽ ഇടതു വലതു ഭരണങ്ങൾ മാറി മാറി ഭരിക്കുമ്പോൾ പോലും ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളുണ്ട്. അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ശക്തമായ സമരവുമായി അവർക്ക് നിരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇപ്പോൾ നിരത്തിൽ സമരം ചെയ്യുന്നത്. പുരുഷന്മാരടക്കമുള്ളവരുണ്ട്, സ്ത്രീകളടക്കമുള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. സർക്കാരിൽ നിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നത് വരെ സമരം ചെയ്യുമെന്നാണ് UNA നഴ്സുമാർ അറിയിക്കുന്നത്.